അരവിന്ദ്, ഇന്നലെയും ഇന്നുമായി മുൻ കരസേനാ മേധാവി നരവണയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട വലിയ തർക്കവും പ്രതിപക്ഷ ബഹളവും ഒക്കെ ഉണ്ടാകുന്നത്. ദിവ്യ, രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചകളാണ് നിലവിൽ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചപ്പോൾ ഈ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം താൻ ഉയർത്താൻ താല്പര്യപ്പെടുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുൻ കരസേനാ മേധാവി എം നരവണയുടെ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ രാഹുൽ പറയാൻ ശ്രമിച്ചത്. പക്ഷേ എം നരവണയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട പരാമർശം രാഹുൽ ഉയർത്തിയതിന് പിന്നാലെ ഭരണപക്ഷ അംഗങ്ങൾ, പ്രധാനമായും കേന്ദ്ര പ്രതിരോധ മന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവരാണ് പ്രതിഷേധിച്ച് രംഗത്ത് വന്നത്. എന്തായാലും ഇന്നലെ വലിയ പ്രതിഷേധത്തിന് പിന്നാലെ സഭാ നടപടികൾ അവസാനിപ്പിച്ചിരുന്നു. ഇന്നും രാഹുൽ ഗാന്ധിയെ പ്രസംഗിക്കാൻ ആദ്യം സ്പീക്കറുടെ ചെയർ ക്ഷണിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നലെ താൻ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് രാഹുൽ ഇന്നും സ്വീകരിച്ചത്. പിന്നീട് വലിയ പ്രതിഷേധം ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പ്രതിപക്ഷവും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. പക്ഷേ പിന്നീടാണ് സഭാ നടപടികൾ 3 മണിയിലേക്ക് നിർത്തിവെക്കുന്നത്. അപ്പോൾ ഈ നിർത്തിയ പ്രഖ്യാപനം ഉണ്ടായതിന് പിന്നാലെയാണ് എംപിമാർ ഇത്തരത്തിൽ പേപ്പർ കീറി എറിഞ്ഞ് പ്രതിഷേധിക്കുന്നത്. ഈ പ്രതിഷേധിച്ച 6 എംപിമാർ, കോൺഗ്രസിന്റെ 6 എംപിമാർക്കാണ് ഇപ്പോൾ ആ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. എന്തായാലും ബിജെപിയുടെ പരാതിക്കും ബിജെപി ഇത്തരത്തിൽ മുന്നോട്ട് വെച്ച ഞാൻ അരവിന്ദിലേക്ക് വരാം. എന്തായാലും പ്രതിപക്ഷ എംപിമാർക്ക് സസ്പെൻഷൻ ഉത്തരവിടുന്ന ആ ഒരു ദൃശ്യങ്ങളിലേക്ക്. अमरिंदर सिंह जी, आप आगे पढ़ते चलिए सर, पढ़ते चलिए। श्री गुरदीप सिंह ओजोला, हिबी ईडन, आप सुनिए सही। दीन कुरियाकोस जी, प्रशांत परोले जी, किरण कुमार रेड्डी जी, एस वेंकटरमन जी, मणिकम टैगोर जी, ये सभी माननीय सदस्य सभापटल पर नारेबा जी और पेपर फाड़ कर फेंक रहे थे, इसलिए मैं इन सब को नेमिंग कर रहा हूँ। श्री किरण रिजिजू जी। അരവിന്ദ്, സ്പീക്കറുടെ ചെയറിലേക്ക് ഈ പേപ്പർ എറിഞ്ഞ് പ്രതിഷേധിച്ചതിലാണോ നടപടി? സ്പീക്കറുടെ ചെയറിലേക്ക് പേപ്പർ കയറി എറിഞ്ഞ് പ്രതിഷേധിച്ചിട്ടാണ് ഇപ്പോൾ 6 എംപിമാർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. സമ്മേളന കാലയളവിലാണ് ഈ സസ്പെൻഷൻ ഉണ്ടാവുകയെന്നും സ്പീക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം, നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ആരംഭിച്ചത് മുതൽ തന്നെ ഇതിനെ തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് ഇത്തരത്തിൽ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയുമാണ് പ്രതിഷേധിച്ചെങ്കിൽ ഇന്ന് മറ്റ് ബിജെപി പ്രതിനിധികളും അതുപോലെ തന്നെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുമാണ് പ്രതിഷേധം ഉന്നയിച്ചത്. എന്തായാലും സ്പീക്കർ ഓം ബിർള ഇന്ന് ചെയറിലേക്ക് എത്തിയതില്ല, മറിച്ച് എംപിമാരായിരുന്നു ഈ ചെയറിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ആ ചെയറിലേക്ക് പേപ്പർ കീറി എറിഞ്ഞതിനാണ് ഇപ്പോൾ കോൺഗ്രസ് എംപിമാർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. 6 പ്രതിപക്ഷ എംപിമാർക്ക് ഇപ്പോൾ സസ്പെൻഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. 3 മണിക്ക് വീണ്ടും ലോക്സഭ ചേർന്നപ്പോൾ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷം രംഗത്തെത്തിയത്. എന്തായാലും 3 മണിക്ക് സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ ഈ സസ്പെൻഷൻ നടപടികളിലേക്കാണ് കടന്നത്. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ ആരും ക്ഷണിച്ചിരുന്നില്ല. പക്ഷേ പ്രതിപക്ഷം ശക്തമായി തന്നെ നിലപാടെടുത്തിരുന്നു. രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾ കൃത്യമായി തന്നെ ചർച്ച ചെയ്യണം, അത് പാർലമെന്റിൽ കൃത്യമായി ഉയർത്തേണ്ട വിഷയമെന്ന് തന്നെയാണ് കോൺഗ്രസ് അടക്കമുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിച്ചിരുന്ന നിലപാട്. എന്തായാലും ആ നിലപാട് അല്ലെങ്കിൽ 3 മണിക്ക് സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ അത് ചർച്ച ചെയ്യാൻ ഭരണപക്ഷമോ അല്ലെങ്കിൽ സ്പീക്കറിന്റെ ചെയറോ തയ്യാറായിരുന്നില്ല. പിന്നീട് ഈ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ചെയ്തത്. പിന്നാലെയാണ് വീണ്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഇന്നത്തേക്ക് ലോക്സഭ പിരിഞ്ഞിരിക്കുകയാണ്. നാളെ രാവിലെ 11 മണിക്ക് വീണ്ടും സഭ ചേരുമെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെ സഭാ നടപടികൾ ആരംഭിക്കുമ്പോഴും വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഈ സസ്പെൻഷൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കൂടുതൽ പേപ്പറുകൾ കീറി എറിഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിച്ചത്. എന്തായാലും രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾ അത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. രാഹുലിനെ ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പോലും ഭരണപക്ഷം സമ്മതിക്കില്ല. കാരണം ലോക്സഭാ പ്രതിപക്ഷ നേതാവായതിനു ശേഷം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളടക്കം പരിശോധിച്ചാൽ മനസ്സിലാകും ഭരണപക്ഷത്തിന്റെ പ്രതിഷേധം ഉണ്ടായാൽ പോലും ആ പ്രസംഗങ്ങൾ രാഹുൽ ഗാന്ധിക്ക് പൂർത്തീകരിക്കുവാൻ സാധിച്ചത്. പക്ഷേ ഈ വിഷയം, മുൻ കരസേനാ മേധാവിയുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട വിഷയം, അത് ഒരു തരത്തിലും ചർച്ച ചെയ്യുവാൻ വേണ്ടി ഭരണപക്ഷം തയ്യാറാകുന്നില്ല. പ്രതിരോധ മന്ത്രിയെ അടക്കം അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെ അടക്കം പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. കാരണം ഇന്ത്യ ചൈനയുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾക്കിടയിൽ കേന്ദ്ര സർക്കാർ ഒരു നിസ്സംഗത കാണിച്ചു, അല്ലെങ്കിൽ നടപടിയുമായി മുന്നോട്ട് പോകാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയില്ല എന്ന ആരോപണമാണ് പ്രധാനമായും ഉയർത്തിയിരുന്നത്. എന്തായാലും ഇതിന് പിന്നാലെ വലിയ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ പേപ്പർ കീറി എറിഞ്ഞ 6 കോൺഗ്രസ് എംപിമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്.